Hey guys, welcome back to Encyclopedia. Frankenstein, written and directed by the legendary and the Academy Award winner director Guillermo del Toro. Guillermo del Toroയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിമായ ഫ്രാങ്കൻസ്റ്റൈൻ അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. 2025 വർഷത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഓർ എക്സൈറ്റഡ് ഫിലിംസ് ആ ഒരു ലിസ്റ്റിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു ഫ്രാങ്കൻസ്റ്റൈൻ. ആൻഡ് മെയിൻ റീസൺ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ കാസ്റ്റും തന്നെയാണ്. ഈസിലി മാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഹൈപ്പിനും ഒത്തൊരു പടം തന്നെയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. കിടിലൻ പടം. കിടിലൻ മീൻസ് വൺ ഓഫ് ദി ഗുഡ് ഫിലിംസ് ഐ സോ ദിസ് ഇയർ. വൺ ഓഫ് ദ നൈസസ്റ്റ് ഫിലിംസ് ഓഫ് 2025. കാരണം ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ക്യാരക്ടറാണ്. ഹൊറർ ജോണർ അല്ല ഹൊറർ എലമെൻറ്റിൽ തന്നെ വേൾഡ് വൈഡ് തന്നെ അത്യാവശ്യം ഫാൻ ബേസ് അല്ലെങ്കിൽ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള എല്ലാതരം ഫെയറി ടെയിൽസിലും ഒട്ടുമിക്ക തവണ നമ്മൾ കേട്ടതും കണ്ടതുമായ ഒരു ക്യാരക്ടറാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ബട്ട് ആ എല്ലാ സ്റ്റോറീസും നമ്മളിപ്പം പല സിനിമകളിൽ ഫ്രാങ്കൻസ്റ്റൈനെ കണ്ടിട്ടുണ്ടാവും, പല ആനിമേറ്റഡ് ഷോസിൽ കണ്ടിട്ടുണ്ടാവും, പല സീരീസിൽ കണ്ടിട്ടുണ്ടാവും. ബട്ട് അതിലെല്ലാത്തിനും ഒരു സൈഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ജസ്റ്റ് മോർ ലൈക്ക് എ ക്യാമിയോ ഓർ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലാണ് ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ ക്യാരക്ടർ വന്നു പോകുന്നത്. ഇപ്പം വളരെ വലിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഫോറിൻ ഫിലിംസ് ഓർ കാർട്ടൂൺ പരിപാടി അല്ലെങ്കിൽ ഹൊറർ ജോണറുള്ള സാധനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കാണാണ്ടിരിക്കാൻ വഴിയില്ല ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ക്യാരക്ടർ. ആ മേലും ശരീരം മൊത്തം സ്റ്റിച്ച് ചെയ്ത ഫ്ലഷ് സ്റ്റിച്ച് ചെയ്യപ്പെട്ട് ഒരു ജൈജാൻറ്റിക് ഫിഗർ, ഒരു നല്ല ഒത്ത വണ്ണവും നീളമുള്ള ഒരു കംപ്ലീറ്റ് ബോഡി സ്റ്റിച്ച് ചെയ്തപ്പെട്ട ഒരു മോൺസ്റ്ററസ് ഫിഗർ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പല കാർട്ടൂൺസിലായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വല്ല കാർട്ടൂൺസിൻ്റെ ഹൊറർ സ്പെഷ്യൽ എപ്പിസോഡ്സിലെങ്കിലും ഒരു കോമഡി രീതിയിലോ അങ്ങനെയൊക്കെ കണ്ടുപോയൊരു ക്യാരക്ടറായിരിക്കും ഈ ഫ്രാങ്കൻസ്റ്റൈൻ. ചില കാർട്ടൂൺസിൽ തലയിൽ കൂടി ഒരു ആണി കടിച്ചിട്ട് ഒക്കെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, മേത്തൊക്കെ തുന്നി കെട്ടിയ. ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ സിനിമയിലെ മെയിൻ നമ്മുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ഫ്രാങ്കൻസ്റ്റൈനെ സൈഡ് റോളിൽ നിന്നൊക്കെ മാറ്റി ആ ഒരു ക്യാരക്ടറിനെ മെയിൻ, അതായത് ആ ക്യാരക്ടറിനെ സെൻട്രൽ ക്യാരക്ടർ ആക്കിക്കൊണ്ട് ഒരു സിനിമ എടുക്കുകയാണ്. അതും ഷേപ്പ് ഓഫ് ദ വാട്ടർ പോലെയുള്ള കിടിലൻ സിനിമകളിൽ കൂടെയൊക്കെ ഓസ്കാറൊക്കെ ജയിച്ച ഒരു ഗുയിലെർമോ ഡെൽ ടോറോ പോലെ ഒരു വെൽ നോൺ ഡയറക്ടർ കൂടി ആകുമ്പം നമുക്ക് പ്രതീക്ഷകൾ വാനോളാണ്. അതിനൊക്കെ പെർഫെക്റ്റ്ലി ഒരു റിസൾട്ട് തന്നെയാണ് ഈ സിനിമ തന്നത്. അത് കിടിലൻ സിനിമ, ഒന്നും പറയാനില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ മെയ്ഡ്, ആക്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഫിലിം ഇൻ ഓൾ ആസ്പെക്റ്റ്. മേക്കിംഗ് ഒക്കെ എന്ത് നമ്മൾ ഓൾ ഫ്രെയിംസ് ആർ ലൈക്ക് എ പെയിൻറ്റിങ് എന്നൊക്കെ പറയുന്ന ചില സംഭവമില്ല, അതാണ് ഈ സിനിമേൻ്റെ വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. സിനിമാറ്റോഗ്രാഫിയൊക്കെ വെച്ച് ഇവന്മാർ കളിച്ച കളി, ലൈറ്റിങ്, പിന്നെ ഫ്രെയിമിങ്, കളർ ഗ്രേഡിങ് ഒക്കെ കിടിലൻ. എവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താലും വാൾപേപ്പർ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന ഒരു മെജോറിറ്റി സെറ്റപ്പ് ഈ സിനിമയിലുണ്ട്. അത്രയും മികച്ച ഒരു വിഷ്വലി സ്റ്റണ്ണിങ് ആയ സിനിമ. അതിനൊപ്പം തന്നെ വളരെ സോൾഫുൾ ആയിട്ടുള്ള മ്യൂസിക്. ഈ സിനിമയുടെ ടോൺ ഏതൊരു ഇതിലേക്കാണ് പോകുന്നത് അതിനൊത്തം നമ്മൾ കാണുന്ന ഓഡിയൻസിനും അതിലേക്ക് ഇൻവോൾവ് ആവിക്കാൻ പറ്റുന്ന പൾസിന് പറ്റിയ ഒരു BGM സ്കോറുണ്ട്. BGM എല്ലാം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആക്ടിങ്. ഓ മൈ ഗോഡ്, ജേക്കബ് എലോഡി ആൻഡ് ഓസ്കാർ ഐസക് കിടിലൻ. അവർ രണ്ടാളാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ആൻഡ് അവന്മാർ രണ്ടും കത്തിച്ച് വിട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ജേക്കബ് എലോഡിനൊക്കെ നമ്മൾ ഈ യൂഫോറിയ പോലത്തുള്ള സീരീസിൽ ഐ ക്യാൻഡി ഒക്കെ ആയിട്ടുള്ളൊരു സെക്സി മോഡൽ ലുക്കിലൊക്കെ ഉള്ളൊരു ആളായിട്ട് കണ്ടത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ ഫുൾ പ്രോസ്തെറ്റിക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഒരു മോൺസ്ട്രസ് ഫിഗർ. അതായത് നമ്മൾ ഇന്നേ വരെ കണ്ട ഫ്രാങ്കൻസ്റ്റൈൻ്റെ അത്രക്കൊരു വിഗറസ് ആ ഒരു ജൈജാൻറ്റിക് ഫിഗർ അല്ലെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം ബ്യൂട്ടിഫുള്ളി ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സോളുണ്ട്, ആ ഒരു ക്യാരക്ടറിന് ഹാർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പം എവ്രി വൺ ഹാസ് എ ഹാർട്ട്, ഈവൻ ദ മോൺസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു സിനിമ പിടിച്ചത്. ആ ഒരു ക്യാരക്ടറിൻ്റെ നന്മയും ആ ഒരു ക്യാരക്ടറിൻ്റെ ഹൃദയവിശാലതയൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ മെയിൻ ആക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ആരും നേവരെ എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്രാങ്കൻസ്റ്റൈൻ ക്യാരക്ടറിനെ ബാക്ക് സ്റ്റോറി അയാൾ അനുഭവിക്കേണ്ടി വന്നാൽ ആ ഒരു ക്യാരക്ടർ അനുഭവിക്കാൻ വേണ്ടി വന്ന പെയിന്, അതുപോലെ ആ ഒരു ക്യാരക്ടർ ആർക്കൊന്നും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമയിൽ ഞാൻ എന്തായാലും എൻ്റെ അറിവിൽ കണ്ടിട്ടില്ല. അത് ഇവിടെ ഗുയിലെർമോ ഡെൽ ടോറോ മെയിൻ തീമാക്കി പിടിച്ചിട്ട് 100% നീതി പുലർത്തിയിട്ടുണ്ട് ആ ഒരു സംഭവത്തിനോട്. പിന്നെ നമ്മുടെ ഓസ്കാർ ഐസക് കിട്ടിയില്ല, അന്യായ പെർഫോമൻസ്. ആ ഒരു ഒബ്സഷൻ, ആ ഒരു ആങ്കർ, ആ ഒരു പെയിൻ, ആ ഒരു സാഡ്നെസ് എല്ലാം പുള്ളിക്കാരൻ കൺവേ ചെയ്ത രീതി വേറെ ലെവലാണ്. പിന്നെ മിയ ഗോത്ത് അടിപൊളിയാണ് കാണാനും വർക്കും ഒക്കെ. പിന്നെ അറിയാലോ നമ്മുടെ ക്രിസ്റ്റോഫ് വോൾട്ട് നമ്മളെ
ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സും അതുപോലെ തന്നെ ജാങ്കോ അൺചെയിൻഡിലൊക്കെ ഉള്ള പുള്ളിക്കാരനും സൈഡ് റോൾ ആണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ കാസ്റ്റും മേക്കപ്പും മറ്റേ മേക്കപ്പ് ആൻഡ് പ്രോസ്തറ്റിക് ടീമിനും വലിയൊരു കയ്യടി കൊടുക്കണം. എല്ലാം കൊണ്ട് അമ്മാനം അണിയൊരു വൺ ഓഫ് ദി ക്വാളിറ്റി ഫിലിംസ് ഐ ഹാവ് സീൻ ആൻഡ് റിലീസ്ഡ് ഇൻ ദിസ് ഇയർ. ആൻഡ് ഇതിൻ്റെ ഡയറക്റ്റ് OTT റിലീസാണ്, നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇറങ്ങുന്നത്. ലിമിറ്റഡ് തിയേറ്റർ റിലീസ് ഉണ്ട്, പക്ഷേ UK USA അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1-2 ആഴ്ച മാത്രം. ബട്ട് ഈവൻ തോ ഇറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ഫിലിം ആൻഡ് വിഷ്വലി ഗ്രാൻഡ്, നല്ല ബഡ്ജറ്റ് പൊട്ടിച്ച പടമാണെങ്കിൽ ദിസ് വാസ് എ പ്രോപ്പർ തിയേറ്റർ മെറ്റീരിയൽ. തിയേറ്ററിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്യായമായിരിക്കണം. എസ്പെഷ്യലി IMAX 70mm ഇതിൻ്റെ ചില ഈ നമ്മുടെ സ്നോ അന്റാർട്ടിക് റീജിയൻ പോലത്തുള്ള കുറച്ച് ഷോർട്സും വിഷ്വൽ പരിപാടികളാണ് അതൊക്കെ. പിന്നെ സൺസെറ്റിൻ്റെ ഒക്കെ ഒരു സീനൊക്കെ ഉണ്ട്, അന്യായമായേനെ അതൊക്കെ തിയേറ്ററിൽ ഇറക്കിയിട്ടുണ്ട്. സോ ലോസ്റ്റ് ബസ്സിന് ശേഷം മറ്റൊരു OTT റിലീസ്, തിയേറ്ററിൽ ഇറങ്ങേണ്ട സാധനം OTT റിലീസിൽ ഇറങ്ങിയ ഒരു റിഗ്രറ്റ്, അല്ലെങ്കിൽ ഇത് തിയേറ്ററിന് വേണ്ടി വേണ്ട സാധനമായിരുന്നു എന്ന് തോന്നിപ്പിച്ചൊരു സിനിമ ആയിട്ടും കൂടെ ഫ്രാങ്കൻസ്റ്റൈൻ തോന്നി. എന്തുകൊണ്ടും ഈ ഒരു ക്യാരക്ടറിനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായി കാണിച്ച, ഇത്രയും ഒരു സോൾഫുള്ളായി കാണിച്ചൊരു സിനിമ വേറെ കണ്ടിട്ടില്ല. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. ഹൊറർ എന്ന് പറയുമ്പോൾ യെസ്, ഇറ്റ്സ് ഹൊറർ ക്യാരക്ടറായി വെച്ചിട്ട് നിങ്ങളതൊരു ഹൊറർ മൂവിയാണ് വിചാരിക്കരുത്. ഇറ്റ് ഹാസ് ഹൊറർ എലമെൻറ്റ്സ് ലൈക്ക് ആംബിയൻസ് വൈസ്, ആൻഡ് ഇറ്റ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഹാർട്ട് ഓഫ് ദാറ്റ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിലും ഉള്ള ആ ഒരു ഹൃദയം, ആ ഒരു നന്മ, വിശാലത, അതിനൊക്കെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ R-rated ആണ്, കുറേ ബ്ലഡ് ഷെഡ്, കീറി വലിക്കൽ, സ്കിൻ പീലിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫൗൾ ലാംഗ്വേജും പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ന്യൂഡിറ്റി അങ്ങനെ കാര്യമില്ല. ഒരു ഫ്ലാഷ് ബ്രീഫ് ട്രാൻസ്പാരൻറ്റ് ഡ്രസ്സിൻ്റെ സീനൊക്കെ ഉണ്ട്, അതൊന്നും വലിയ വിഷയമല്ല. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഇറ്റ്സ് വൺ ഓഫ് ദ ക്വാളിറ്റി ഹോളിവുഡ് ഫിലിംസ് ദിസ് ഇയർ. സോ കണ്ണും പൂട്ടി മസ്റ്റ് വാച്ച് എന്ന് പറയണം. വിഷ്വൽസും ആ ഒരു ക്യാരക്ടറിന് കൊടുത്ത ഒരു ക്യാരക്ടർ ആർക്കും നമ്മളിലേക്ക്, ആ ഈച്ച് ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി ഫ്രാങ്കൻസ്റ്റൈൻ ഡൺ ബൈ ജേക്കബ് പലോഡിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൺവേ ആവുന്നത് എല്ലാം കൂടെ ഒരു കിട്ടുന്ന ടോട്ടൽ ഔട്ട്പുട്ട് ഉണ്ട് ഈ സിനിമേൻ്റെ. ഒരു നല്ലൊരു സിനിമ കണ്ട ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സിനിമേനോട് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. സോ ഹ്യൂജ് ഹാറ്റ്സ് ഓഫ് ടു ഗുലെമോ ഡെൽ ടോറോ ആൻഡ് ദ എൻറ്റയർ ടീം ഫോർ മേക്കിംഗ് സച്ച് എ ഫിലിം ഓൺ സച്ച് എ സ്റ്റാൻഡ് അലോൺ ഫിലിം. ആ ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം ഇന്നേ വരെ ഫ്രാങ്കൻസ്റ്റൈൻ ഇത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. സോ വേറെ ലെവലാണ്. ബഡ്ജറ്റൊക്കെ എല്ലാ സ്ഥലത്തും അവർ നല്ല രീതിയിൽ തന്നെ ആണ് യൂട്ടിലൈസ് ചെയ്തത്. കിട്ടില്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, മേക്ക് എല്ലാം കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് വാച്ചാണ്, നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ എന്തായാലും കണ്ടുപോവുക, നിങ്ങൾ സമയം പോകുന്നതേ അറിയില്ല. വൺ ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് ഫിലിംസ് ഓഫ് ദിസ് ഇയർ ആൻഡ് ബ്യൂട്ടിഫുൾ മാൻ. സോ ഫ്രാങ്കൻസ്റ്റൈൻ ഈസിലി ഈസ് വൺ ഓഫ് ദ ഗുഡ് ഫിലിംസ് ഐ സോ ദിസ് ഇയർ. സോ നിങ്ങൾക്ക് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. സോ മസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു റിവ്യൂ ആയി വരുന്നവരെ, it's me, John Flake, signing off from Encyclopedia.